ഇൻക്രീസ് ഇൻ ഡിമാൻഡ് അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ഡിമാൻഡ് എപ്പോഴും സംഭവിക്കുന്നത്? When parameters change. പാരാമീറ്റേഴ്സ് ചേഞ്ച് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ്, നമ്മളതിനെ പാരാമീറ്റേഴ്സ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? ഇൻകം, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ടേസ്റ്റ് ആൻഡ് പ്രെഫറൻസ്. വേറെ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞായിരുന്നു, പക്ഷെ തൽക്കാലം ഇത്ര എടുക്കാം. ഇൻകം, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സും ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസും. ഓക്കെ, ഇനി ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞേ? ഓക്കെ, അത് നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു അല്ലേ? D1 പുതിയ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഷിഫ്റ്റിംഗ് ടു ദ റൈറ്റ്. D2. ഓക്കെ, ഈ റൈറ്റ്വേർഡ് മൂവ്മെന്റിനെയാണ് നമ്മൾ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി ഇഫ് ദർ ഇസ് എ ലെഫ്റ്റ്വേർഡ് മൂവ്മെന്റ് D3, it will be called as എന്തെന്നാ? ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഓക്കെ, അപ്പോ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് എഴുതിയെടുക്കണേ. റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്, ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഓക്കെ, അപ്പോ when parameters change there will be either increase in demand or decrease in demand. A rightward shift is called as increase in demand and a leftward shift is called as decrease in demand. ഒരു കാര്യം കൂടി എഴുതിക്കോ, ഒരു ഡെഫിനേഷൻ പോലെ. Any change പറഞ്ഞു കേട്ടില്ല, ഒന്നുകൂടെ പറയാമോ? Any change that increases the quantity demanded, any change that increases the quantity demanded at every price shifts the demand curve to the right and is called increase in demand. Any change that increases the quantity demanded at every price shifts the demand curve to the right and is called increase in demand. Okay, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓൾട്ടർനേറ്റീവ് ഡെഫിനേഷൻ എന്തായിരിക്കും? ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്തായിരിക്കും? Any change that decreases quantity demanded at every price shift the demand curve to the left and it is called a decrease in demand. It is called a decrease in demand. ഞാൻ ആ എഴുതിയിൽ തന്നെ ഈ പറയുന്ന നിങ്ങൾ ആ ഇൻക്രീസിന്റെ മുകളിൽ ഡിക്രീസ് ഇടുക, റൈറ്റിന്റെ മുകളിൽ ലെഫ്റ്റ് ഇടുക, and it is called decrease in demand. Okay, any change that decreases the quantity demanded at every price, comma, shifts the demand curve to the left and is called decrease in demand. Okay, ഇതാണ് ഒരു ഡെഫിനേഷൻ വേണമെങ്കിൽ പറയാൻ പറ്റുന്നത്. ഓക്കെ ആണോ? അടുത്തിലേക്ക് പോകാലോ. ഓക്കെ, അടുത്തത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ്. നമ്മൾ ആ ഓരോ
ഫാക്ടേഴ്സിനെ എടുത്ത് പഠിക്കുകയാണ്. ഫസ്റ്റ് വൺ ഇൻകം. ഓക്കെ, നമ്മൾ മാക്രോയിൽ വൈ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്ന ഇൻകത്തിനെ. ഇൻകം. ഓക്കെ, അപ്പൊ ഇൻകത്തിന്റെ കേസ് പറയാൻ നേരത്ത് നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോ അപ്പു എന്ന് പറയുന്ന ഒരാളുടെ എക്സാമ്പിൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നലെ ഡിമാൻഡ് കർവ് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ അപ്പുവിന്റെ ഇൻകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പോക്കറ്റ് മണി, ഓക്കെ, അപ്പുവിന് കിട്ടുന്ന പോക്കറ്റ് മണി ഇൻക്രീസ് ചെയ്യാണെന്ന് വിചാരിക്കുക. അപ്പുവിന്റെ ഇൻകം ഇൻക്രീസ് ചെയ്തു അല്ലെങ്കിൽ പോക്കറ്റ് മണി ഇൻക്രീസ് ചെയ്തു, വൈ ഇൻക്രീസ് ചെയ്തു എന്നാണ് അർത്ഥമാക്കേണ്ടത്. പോക്കറ്റ് മണി ഇൻക്രീസ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യും? ഈ പറയുന്ന ആ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കൂട്ടും. എന്തിന്റെ? കോൺ ഐസ്ക്രീമിന്റെ ഡിമാൻഡ് കൂട്ടും. ഇന്നലെ നമ്മൾ കോൺ ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ ഐസ്ക്രീമിന്റെ ഡിമാൻഡ് കൂട്ടും. ഓക്കെ, അപ്പോ എങ്ങനെയാ നമുക്ക് ഇതിന്റെ ഗ്രാഫിക് കാണിക്കാൻ പറ്റുക? ഒരു ഡിമാൻഡ് കർവ് വരച്ചു. ഇനീഷ്യൽ ഡിമാൻഡ് കർവ് DD1, ഒരു പെർട്ടിക്കുലർ പ്രൈസ് മേ ബി 40 റുപ്പീസ്. പുള്ളി കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നത് 4 ആയിരുന്നു. ഇപ്പോ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. ഡിമാൻഡ് കർവ് ഷിഫ്റ്റ്സ് ടു ദ റൈറ്റ്, DD2. അറ്റ് ദ സെയിം പ്രൈസ് മാറിയ പ്രോഡക്റ്റിന്റെ ഇല്ല. അറ്റ് ദ സെയിം പ്രൈസ് പുള്ളി ഇപ്പൊ എത്ര എണ്ണം കൺസ്യൂം ചെയ്യുന്നുണ്ട്? 8 എണ്ണം കൺസ്യൂം ചെയ്യുന്നുണ്ട്. 8 ക്വാണ്ടിറ്റി പെർ വീക്ക് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോ ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു A to B മൂവ്മെന്റ് ഉണ്ടാവുകയാണ് അല്ലേ? അതായത് അതേ പ്രൈസിന് പുതിയൊരു ക്വാണ്ടിറ്റിയാണ് ഡിമാൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇവിടെ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് അല്ലേ? ഈ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്തുകൊണ്ട് ഉണ്ടായത്? ഇൻകം കൂടിയുണ്ട്. ഓക്കെ, അപ്പോ പ്രൈസ് റിമൈനിങ് സെയിം, when income increases, demand increases. Okay, ഇനി ഇങ്ങനെയും കൂടെ പറയാം. when price remains the same, when income falls, demand എന്ത് സംഭവിക്കും? ഡിമാൻഡ് കുറയും. ഓക്കെ, ഇനി ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ഒരു ഗുഡ് ആണെങ്കിൽ, അതായത് ഇൻകം കൂടുമ്പോൾ നിങ്ങളുടെ ഡിമാൻഡ് കൂടുകയും ഇൻകം കുറയുമ്പോൾ നിങ്ങളുടെ ഡിമാൻഡ് കുറയുകയും ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ഗുഡ് എന്നാ പറയുന്നത് എക്കണോമിക്സിൽ? നോർമൽ ഗുഡ്. ഒന്ന് ഓർത്തിരിക്കണേ, നോർമൽ ഗുഡ്സ്. അപ്പൊ നോർമൽ ഗുഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരത്ത് പ്രൈസ് ആണോ ഉപയോഗിച്ചത്? അല്ലല്ലോ. എന്ത് വെച്ചാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേ? ഇൻകം വെച്ചുകൊണ്ട്. ഇൻകവും ഡിമാൻഡ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു നമ്മൾ നോർമൽ ഗുഡ്സിൽ പറഞ്ഞത്. ഓക്കെ, ഇനി വേറൊരു ടൈപ്പ് ഓഫ് ഗുഡ്സ് ഉണ്ട്, പ്രൈസ് റിമൈനിങ് സെയിം. ഓക്കെ, പ്രൈസ് റിമൈനിങ് സെയിം when income increases, demand falls. നേരെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, ഇൻകം കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും ചെയ്യും. ഇതെന്ത് ഗുഡ്സാ? ഇൻഫീരിയർ. വെരി ഗുഡ്, ഇൻഫീരിയർ ഗുഡ്സ്. അപ്പൊ ഞാൻ ഇൻകം എന്ന് പറയുന്ന ഒരു ഫാക്ടർ, അതായത് ഒരു പാരാമീറ്ററിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ നമ്മളത് പഠിക്കാൻ നേരത്ത് നമ്മൾ 2 ഗുഡ്സ് എക്സ്പ്ലെയിൻ ചെയ്തു. ഒന്ന് നോർമൽ ഗുഡ്സും ഇൻഫീരിയർ ഗുഡ്സും. ഓക്കെ, ഇനി ഒരു ട്രിക്കി ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാവുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നോർമൽ ഗുഡും ഇൻഫീരിയർ ഗുഡിന്റെയും ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് എന്തായിരിക്കും എന്നുള്ളതാണ്. എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഒരു നോർമൽ ഗുഡ്, ഇവിടുത്തെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇൻകവും ഡിമാൻഡും തമ്മിലാണ്. ഇനി ഒരു ചോദ്യം വരാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നോർമൽ ഗുഡിന്റെ ഡിമാൻഡ് കർവ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയാണ്. ഓക്കെ, എക്സ് ഗുഡ് ഇസ് എ നോർമൽ ഗുഡ്. അതിന്റെ പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് എന്താണ്? അല്ലെങ്കിൽ വാട്ട് ഇസ് എ ഷേപ്പ് ഓഫ് ദ ഡിമാൻഡ് കർവ് ഓഫ് എ നോർമൽ ഗുഡ് എന്ന് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ വാട്ട് ഇസ് എ ഷേപ്പ് ഓഫ് ദ ഡിമാൻഡ് കർവ് ഓഫ് എൻ ഇൻഫീരിയർ ഗുഡ് എന്ന് ചോദിക്കുകയാണ്. ചോദ്യം അങ്ങനെയാണ്. എന്തായിരിക്കും ഡിമാൻഡ് കർവിന്റെ ഷേപ്പ്? ഓക്കെ, നോർമൽ ഗുഡിന്റെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ്, ഇൻഫീരിയർ ഗുഡിന്റെ upward sloping. രണ്ടും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് തന്നെയാണ്. നോർമൽ ഗുഡിന്റെയും ഇൻഫീരിയർ ഗുഡിന്റെയും രണ്ടും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് തന്നെയാണ്. ഒന്ന് എഴുതി എടുത്തോളണേ. ഇൻഫീരിയർ ഗുഡിന്റെ എക്സാമ്പിൾ? ഇൻഫീരിയർ ഗുഡിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇൻകം കൂട്ടിക്കഴിയുമ്പോൾ ഇപ്പോ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, അതൊരു ഇൻഫീരിയർ ഗുഡാണ്.
നിങ്ങൾ ഇൻകം കൂട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ നിന്ന് നിങ്ങൾ ഈ പറയുന്ന ഒരു പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻ, അതായത് നിങ്ങൾ ഒരു കാർ മേടിക്കും, കാറിന്റെ ഡിമാൻഡ് കൂട്ടും. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് ഈ പറയുന്ന ബൈക്കിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ ഇൻകം കൂടിക്കഴിഞ്ഞാൽ അത് ഒരു കാറിലേക്ക് മാറ്റും. അപ്പൊ അത് ഈ പറയുന്ന ബൈക്ക് എന്ന് പറയുന്ന ഒരു ഇൻഫീരിയർ ഫുഡായി. ഇതൊക്കെയാണ് നമുക്ക്. വേറെ ഇതിലൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇൻഫീരിയർ ഫുഡിന്റെ? Black and white Kerosene TV. Potato, chicken. പൊട്ടറ്റോ ചിക്കൻ, അത് ബേസിക്കലി നമ്മൾ ചിക്കൻ ഫുഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സാധനം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ പൊട്ടറ്റോ ചിക്കൻ ഒക്കെ വേണമെങ്കിൽ പറയാട്ടോ. പൊട്ടറ്റോ ചിക്കൻ പറയാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ആം, അതായത് കെറോസിൻ സ്റ്റൗവിന് പകരം ഗ്യാസ് സ്റ്റൗ. കെറോസിൻ സ്റ്റൗവിന് പകരം ഗ്യാസ് സ്റ്റൗ ഉപയോഗിക്കുന്നത് അതൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇൻഫീരിയർ ഗുഡ് അവിടെ ഏതാ ഇൻഫീരിയർ ഗുഡ് ഏതാ? കെറോസിൻ സ്റ്റൗ എന്ന് പറയുന്ന ഒരു ഇൻഫീരിയർ ഗുഡാണ്. ഓക്കെ, അതൊരു എക്സാമ്പിൾ ആയിട്ട് പറയാവുന്ന. അതൊരു റിലേറ്റീവ് ആണ്. പല എക്സാമ്പിൾസും ഈ പറയുന്ന ഒരു റിലേറ്റീവ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ, ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റില്ല. നമുക്കിത് എക്കണോമിക്സിൽ പറയാം, ഈ പറയുന്ന ഇങ്ങനെ പറയാം, ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് കുറയും എന്ന് പറയാം. അതല്ലാതെ ഒരു പെർട്ടിക്കുലർ നമ്മളത് ആ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതല്ലാതെ നമുക്കൊരു പെർട്ടിക്കുലർ എക്സാമ്പിൾ ഇങ്ങനെ പറയാം, റിലേറ്റീവ് ആയിട്ട് പറയാം. ഓക്കെ, നമ്മൾ നോർമൽ ഗുഡിന്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ ഗുഡിന്റെ ഡിമാൻഡ് കർവ് പ്രത്യേകം ശ്രദ്ധിച്ചോളണേ. ഇത് നിങ്ങൾ തെറ്റിക്കൂ. ഇത് ഇൻഫീരിയർ ഗുഡിന്റെ നിങ്ങൾ അപ്വേർഡ് സ്ലോപ്പിംഗ് ആണെന്ന് എഴുതി വെക്കും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നോർമൽ ഗുഡിന്റെ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. ഇൻഫീരിയർ ഗുഡിന്റെ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് വീണ്ടും ഇറ്റ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കണേ, രണ്ടും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇൻകം കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഇൻഫീരിയർ ഗുഡ്. ഇൻകം കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡിമാൻഡ് കൂട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോർമൽ ഗുഡ്. ഓക്കെ, ഇനി അതിൻ്റെ അതൊരു ലക്ഷറി ഗുഡ് എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഉണ്ട്. അത് ഞാൻ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പഠിപ്പിക്കാനായിട്ട് ഞാൻ പഠിപ്പിക്കാം. ലക്ഷറി ഗുഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അത് ആ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വെച്ച് പറയുകയാണ് ഇച്ചിരി എളുപ്പം, അതുകൊണ്ടാണ്. ഓക്കെ, ഇതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് അടുത്തൊരു പോയിന്റ്. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. ഓക്കെ, റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ടൈപ്പ് ആവാം? ബേസിക്കലി നിങ്ങൾ പഠിപ്പിക്കാറുള്ളത് എങ്ങനെയൊക്കെയാ? ഓക്കെ, Complementary goods. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട്സും കോംപ്ലിമെന്റ്സും അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെന്ററി ഗുഡ്സും. ഓക്കെ, നമ്മൾ സാധാരണ എടുക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് യൂഷ്വൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് ടീ ആൻഡ് കോഫി. നമുക്ക് എളുപ്പത്തിൽ അത് തന്നെ എടുക്കാം തൽക്കാലം. സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ടീ ആൻഡ് കോഫി. ഓക്കെ, അല്ലെങ്കിൽ ചിക്കൻ ആൻഡ് ഫിഷ്, അല്ലെങ്കിൽ ഈ പറയുന്ന മീറ്റ് ആൻഡ് പോർക്ക്. ഓക്കെ, ഇതൊക്കെ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് അല്ലട്ടോ ഇതൊന്നും, പക്ഷേ കൈൻഡ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഓക്കെ, ടീ ആൻഡ് കോഫി. ഓക്കെ, ഞാനിവിടെ ഒരു ടീയുടെ ഡിമാൻഡ് കർവ് വരച്ചു എന്ന് വിചാരിക്കുക. ടീയുടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് DD1. ഓക്കെ, ഇതാണ് ടീയുടെ ഡിമാൻഡ് കർവ്. എൻ്റെ ചോദ്യം ഇതാണ്, ടീയും കോഫിയും സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണെന്ന് നിങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ തൽക്കാലം മിക്ക ആൾക്കാർക്കും ടീയും കോഫി എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, പ്രൈസ് ഓഫ് കോഫി ഇൻക്രീസ് ചെയ്യാൻ നേരത്ത്, ഓക്കെ, പ്രൈസ് ഓഫ് കോഫിയുടെ പ്രൈസ് കൂടി, അങ്ങനെയാണെങ്കിൽ ടീയുടെ ഡിമാൻഡ് കർവിന് എന്താണ് സംഭവിച്ചത്? Demand curve
പ്രൈസ് ഓഫ് കോഫി കൂടിയെങ്കിൽ ടീയുടെ ഡിമാൻഡിന് എന്ത് സംഭവിക്കും? ഷിഫ്റ്റ് ചെയ്യും. ഷിഫ്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷിഫ്റ്റിംഗ് ആണ് Rightward. പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാ റൈറ്റ് Right. റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ഉണ്ടായി. ഓക്കെ, റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ഉണ്ടായി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ DD2 ആയിട്ട് മാറി. അതേ പ്രൈസിന് ടീയുടെ പ്രൈസിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല. കിലോക്ക് 200 രൂപയാണെന്ന് വിചാരിക്കുക. ഇനീഷ്യലി ആള് മേടിച്ചോണ്ടിരുന്നത് 1 കിലോയാണെങ്കിൽ പുള്ളി ഈ പറയുന്ന 1.5 കിലോ മേടിക്കുകയാണെന്ന് വിചാരിക്കുക. E. ഓക്കെ, അപ്പോ A to B മൂവ്മെന്റ് ഉണ്ടായി, അടുത്തൊരു ഡിമാൻഡ് കർവിലേക്ക് മാറി. ഓക്കെ, അപ്പോ ഒറിജിനൽ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇനി കോഫിയുടെ പ്രൈസ് കുറയാണ് ചെയ്തെങ്കിലോ ടീയുടെ ഡിമാൻഡിന് എന്താ സംഭവിക്കുക? ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ് ഉണ്ടാവും. ഓക്കെ, ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും നമ്മുടെ ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ്. അപ്പൊ പുള്ളിക്കാരൻ ഈ പറയുന്ന എന്താ സംഭവിച്ചേ? കോഫി ഈ പറയുന്ന ടീയുടെ ഡിമാൻഡ് കുറച്ചിട്ട് കോഫി കൂടുതൽ കൺസ്യൂം ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ അത് 0.5 കിലോഗ്രാം ആയിട്ട് മാറ്റി. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ആരോസും എങ്ങനെയാ മൂവ് ചെയ്തേ? ഒരേ ദിശയിലേക്കാണ് മൂവ് ചെയ്തേ, എതിർ ദിശയിലേക്കാണ് മൂവ് ചെയ്തേ? രണ്ടും മുകളിലോട്ടല്ലേ പോയത്? പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ മറ്റേ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. ഇവിടുത്തെ ഈ ആരോയും ഇവിടുത്തെ ഈ ആരോയും എങ്ങനെയാണ് മൂവ് ചെയ്തത്? താഴേക്ക്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ദിശയിലേക്കാണ്. പ്രൈസ് കുറഞ്ഞപ്പോ അല്ല, ഓപ്പോസിറ്റ് അല്ല, സെയിം ഡയറക്ഷനിൽ തന്നെയാണ് മൂവ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഈ കേസില് ഇത്രയൊന്നും ഓർത്തിരിക്കുക. ജസ്റ്റ് ഇതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണെന്ന് മാത്രം ഓർത്തിരിക്കുക. ഞാൻ ഇത് ക്രോസ് ഇലാസ്റ്റിസിറ്റി വരുമ്പോൾ നമ്മൾ ഒന്നും കൂടെ പറയും. അപ്പൊ അത് ഇച്ചിരി നിങ്ങൾക്ക് മനസ്സിലാവും. കോഫിയുടെ കേസിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ ടീയുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഇനി കോഫിയുടെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ടീയുടെ ഡിമാൻഡ് കുറയുകയും ചെയ്തു. രണ്ടും ഒരേ ദിശയിലേക്കാണ് മാറുന്നതെന്ന് മാത്രം നിങ്ങൾ തൽക്കാലം ഒന്ന് ഈ പറയുന്ന ഓർത്തിരിക്കുക. ഓക്കെ ഓക്കെ, അപ്പൊ ഒരു ചെറിയൊരു ഡെഫിനേഷൻ എഴുതിക്കോ. സബ്സ്റ്റിറ്റ്യൂട്ട്സ്. When a fall in the price, of one good reduces the demand for another good, the two goods are called എന്തായിരിക്കും? Substitutes. And the fall in the price of one good reduces the demand for, കണ്ട, ഫോളും റിഡക്ഷനും രണ്ടും ഒരേ ദിശയിലേക്കാണ് നീങ്ങുന്നത് എന്നുള്ള രീതി. ഓക്കെ, reduces the demand for another good, the two goods are called substitutes. ഞാൻ നേരെ തിരിച്ചെഴുതാണെങ്കിലോ, when an increase in the price of one good increases the demand for another good, the two goods are called വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട്സ് തന്നെ. കോംപ്ലിമെന്റ്സ് എന്ന് പറയുന്നത് ഞാൻ ഓർത്തെ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട്സ് തന്നെ. ഓക്കെ ഓക്കെ, അടുത്തത് കോംപ്ലിമെന്റ്സ്. ഞാൻ സ്പീഡിൽ പോകുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, ഞാൻ സ്പീഡിലാണെങ്കിൽ നിങ്ങൾ എന്നോട് പറയാം. സ്പീഡിലാണ് സാർ പോകുന്നത്. ഓക്കെ, സ്പീഡിലാണ് പോകുന്നത്. ഓക്കെ, ഇത് ഓക്കെ ആണോ? സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കേസ് എവിടെയെങ്കിലും മനസ്സിലാവാതെ ഉണ്ടോ? ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? When a fall in the price of one good reduces the demand for another good, two goods are called substitutes.
ഓക്കെ, അടുത്തതിലേക്ക് നീങ്ങാം. കോംപ്ലിമെന്റ്സ്. ഏതാ എപ്പോഴും പറയാറുള്ള ഒരു എക്സാമ്പിൾ? Car and petrol. കാർ ആൻഡ് പെട്രോൾ. ഓക്കെ, പെട്രോൾ ആൻഡ് കാർ. അതായത് ഒരെണ്ണം വർക്ക് ചെയ്യണമെങ്കിൽ മറ്റേത് ആവശ്യമായിട്ട് വേണം എന്നുള്ളതാണ് ബേസിക്കലി കോംപ്ലിമെന്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറെ എന്തെങ്കിലും എക്സാമ്പിൾ പറയാൻ പറ്റുമോ? Brick and Ink and ഷൂ ആൻഡ് ലേസ്. ഓക്കെ, ink and pen. ഇങ്ക് ആൻഡ് പെൻ. ഓക്കെ, ഷൂ ആൻഡ് ലേസിനേക്കാൾ ഇച്ചിരി നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇങ്ക് ആൻഡ് പെൻ. ഓക്കെ ഓക്കെ, ഞാനിവിടെ വീണ്ടും കാറിന്റെ ഒരു ഡിമാൻഡ് കർവ് കൊടുത്തിട്ടുണ്ട്. DD1 എന്നുള്ളതാണ് കാറിന്റെ ഡിമാൻഡ് കർവ്. ഓക്കെ, ഇത് ബേസിക്കലി ഈ പറയുന്ന സ്വിഫ്റ്റ് കാറിന്റെ ഡിമാൻഡ് കർവ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സ്വിഫ്റ്റ് കാറിന്റെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഇതാണെന്ന് വിചാരിക്കുക. 6 ലക്ഷം രൂപയാണ് ഒരു സ്വിഫ്റ്റ് കാറിനെന്നും വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു മാസം വിറ്റഴിക്കുന്ന സ്വിഫ്റ്റ് കാറിന്റെ എണ്ണം എന്ന് പറയുന്നത് 2000 സ്വിഫ്റ്റ് കാറാണെന്ന് വിചാരിക്കുക കേരളത്തിൽ. ഓക്കെ, 2000 കാർ പെർ മന്ത് ഇൻ കേരള. ഒരു മോഡൽ എടുക്കുകയാണെ, അത്രേ ഉള്ളൂ. ഇനി അങ്ങനെയാണെങ്കിൽ ഇത് പെട്രോൾ സ്വിഫ്റ്റ് കാറാണ്. ഇനി പെട്രോളിന്റെ വില എന്ന് പറയുന്നത് ഇപ്പൊ 105 ആണ്. ആ 105-ൽ നിന്ന് 150 ആയെന്ന് വിചാരിക്കുക. P1-ൽ നിന്ന് P2 ആയത് 150. പ്രൈസ് ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാർ ഈ പെട്രോൾ കാർ മാറ്റിയിട്ട്, അല്ലെങ്കിൽ പുതിയ ആൾക്കാർ ഈ പെട്രോൾ കാർ തന്നെയായിരിക്കും മേടിക്കുന്നത്. അവർ ഏതിട്ട് മാറും? ഡീസൽ. ഡീസൽ കാറിലേക്ക് മാറും, അല്ലെങ്കിൽ electric. ഇലക്ട്രിക്. ഇലക്ട്രിക് കാറിലേക്ക് മാറും. ഓക്കെ, ഇലക്ട്രിക് കാറിലേക്ക് മാറും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഷിഫ്റ്റ് കാണിക്കണമെങ്കിൽ ഇനീഷ്യലി DD1 ആയിരുന്നു, അത് DD2 ആയി. DD2 ആവാൻ നേരത്ത് സെയിം പ്രൈസിന് മാറ്റം ഉണ്ടോ? ഇല്ല, 6 lakhs തന്നെയായിരുന്നു. അതിപ്പോ വിറ്റഴിക്കപ്പെടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ചിലപ്പോ 800 ആയിരിക്കും പെർ മന്ത്. ഓക്കെ, ഇനി വിചാരിക്കുക P1 എന്ന് പറയുന്നത് 105 ആണ്. P1 എന്ന് പറയുന്നത് 105 ആണ്. P2 എന്ന് പറയുന്നത് പ്രൈസ് എന്ന് പറയുന്നത് സെക്കൻഡ് പ്രൈസ്, അതായത് പ്രൈസ് ഇപ്പൊ എന്താ സംഭവിച്ചാൽ കുറഞ്ഞു എന്ന് വിചാരിക്കുക. 80 ആയെന്ന് വിചാരിക്കുക. പെട്രോളിന്റെ പ്രൈസ് 105 ആയിരുന്നു, ഇപ്പൊ അത് 80 ആയിരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഡിമാൻഡ് എന്താ സംഭവിക്കുന്നത്? ഡിമാൻഡ് ഫോർ കാറിന് എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇൻക്രീസ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ വിൽ ബി എ റൈറ്റ്വേർഡ് ഷിഫ്റ്റ്. ആക്ച്വലി ABC, there will be a rightward shift. Same price at the same price, more quantity will be consumed. ഇപ്പൊ അത് മേ ബി 3500 ആയി. ഓക്കെ, C എന്ന് പറയുന്ന പോയിന്റ് വന്നു. അപ്പോൾ ഡിമാൻഡ് ഫോർ കാർ ഇൻക്രീസസ്. ഓക്കെ, നിങ്ങൾ ഈ പടമൊന്നും വരയ്ക്കണം എന്നില്ല കേട്ടോ, അതിൻ്റെ ഒരു ആവശ്യമില്ല. ഞാൻ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരുന്നാൽ മതി. When price of petrol falls, demand for car എന്താ സംഭവിച്ചത്? ഇൻക്രീസ് ചെയ്തു. When price of petrol increases, demand for car എന്താ സംഭവിച്ചത്? ഡിക്രീസ് ചെയ്തു. ഇവിടെ നിങ്ങൾ ഈ സിമ്പിളിന്റെ മൂവ്മെന്റ് നോക്കി, ഇതെങ്ങനെയാ മൂവ് ചെയ്യണേ? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓക്കെ, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കേസ് പറഞ്ഞപ്പോ എങ്ങനെയാ മൂവ് ചെയ്തേ? ഡയറക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ പോസിറ്റീവ് മൂവ്മെന്റ് ആയിരുന്നു. ഇവിടെ എങ്ങനെയാ? നെഗറ്റീവ് മൂവ്മെന്റ് അല്ലേ? ഓക്കെ അല്ലേ? രണ്ടും എതിർ ദിശയിലേക്കല്ലേ പോകുന്നു. ഒരെണ്ണം കൂടിക്കഴിഞ്ഞാൽ മറ്റേത് കുറയും, മറ്റേത് കുറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് കൂടും. ഓക്കെ, ഇവിടെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടും, ഇവിടെ കൂടിക്കഴിഞ്ഞാൽ മറ്റേത് കുറയും. ബേസിക്കലി നിങ്ങൾ ഇത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി. ഇവിടെ നെഗറ്റീവ് ആണ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കേസിൽ പോസിറ്റീവ് ആയിരുന്നു. അതായത് നമ്മൾ പറഞ്ഞത് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കേസിൽ ടീ ആൻഡ് കോഫി, അതായത് ടീയുടെ പ്രൈസ്
കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഫിയുടെ ഡിമാൻഡ് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ കോഫിയുടെ ഡിമാൻഡ് കൂടും. അപ്പൊ രണ്ടും പോസിറ്റീവ് ആയിട്ടാണ് മൂവ് ചെയ്തത് ഇവിടെ ഈ സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കേസിൽ. കോംപ്ലിമെന്റ്സിന്റെ കേസിൽ എന്താ സംഭവിച്ചത്? നെഗറ്റീവ് ആയിട്ടാണ് മൂവ് ചെയ്തത്. ഓക്കെ, ഇത്രയും കാര്യം മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി നിങ്ങൾ ഈ കേസിൽ. അല്ലാണ്ട് ഗ്രാഫിന്റെ കേസ് ഒന്നും വലിയ പ്രശ്നമില്ല. ആപ്ലിക്കേഷൻ ലെവലിൽ ചിലപ്പോൾ ഗ്രാഫ് ചോദിക്കുമായിരിക്കും, പക്ഷെ അതല്ലെങ്കിൽ ഇതായിരിക്കും ചോദ്യം. അതായത് ചോദ്യം ഇതായിരിക്കും, ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് വിൽ ബി എന്തായിരിക്കും ഒന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഇത്രയും പറഞ്ഞതിൽ നിന്ന് വെരി ഗുഡ്. ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് വിൽ ബി പോസിറ്റീവ്. കിടക്കണം പോസിറ്റീവ്. ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ കോംപ്ലിമെന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് അല്ല, കോംപ്ലിമെന്ററി ഗുഡ്സ് വിൽ ബി നെഗറ്റീവ്. നമ്മളത് പഠിക്കുവേ, നമ്മൾ ആ സൈഡിൽ വരുമ്പോൾ ഒന്നും കൂടെ പഠിക്കും. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം, ആ സൈൻ കണ്ടപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമ്മള് ഇൻകം കഴിഞ്ഞു, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് കഴിഞ്ഞു. ഇതെല്ലാവരും എഴുതിയെടുത്തോ? ഇതെല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തയുണ്ടോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തയുണ്ടോ? ഓക്കെ, അടുത്തൊരു ഫാക്ടർ ആയിരുന്നു എന്തെന്ന് പറയുന്നത്? Taste and preference. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ഓക്കെ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിന് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ടേസ്റ്റ് ഓക്കെ, കേട്ടില്ല. ബ്രാൻഡഡ് ക്ലോത്തിങ്സ്. ഓക്കെ, ബ്രാൻഡഡ് ക്ലോത്തിങ്സ്. അതായത് നിങ്ങൾക്ക് അതിനോടൊരു ഫേവറബിൾ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പൊ ഡോക്ടർമാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, വിറ്റാമിൻ ഡി ഗുളിക കഴിക്കണം, അല്ലെങ്കിൽ ഒമേഗ-3 ഗുളിക കഴിക്കണം. അത് നിങ്ങളുടെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുകയാണ്. അപ്പൊ അത് ഒരു ഫേവറബിൾ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആണോ ഉണ്ടാക്കുന്നത്, ഒരു അൺഫേവറബിൾ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആണോ ഉണ്ടാക്കുന്നത്? ഫേവറബിൾ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആയിരിക്കും. ഫേവറബിൾ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. അതായത് നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒമേഗ-3 അത് ഹാർട്ട് അറ്റാക്കിനും കാര്യങ്ങൾക്കൊക്കെ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്രിയേറ്റ്സ് എ ഫേവറബിൾ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ഓക്കെ, അപ്പൊ ഫേവറബിൾ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്തെന്നാ? ഡിമാൻഡ് എന്ത് ചെയ്യുന്ന അതിന്റെ അർത്ഥം? ഇൻക്രീസ് ചെയ്യും. അൺഫേവറബിൾ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആണെങ്കിലോ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇപ്പോ നമ്മളുടെ ഈ ഇടയ്ക്ക് ഈ പറയുന്ന കടലിന്റെ അടുത്തായിട്ട്, കടലില് തീരദേശത്തിന് അടുത്തായിട്ട് ഏതോ ഒരു കപ്പൽ മുങ്ങിപ്പോയി പറയുന്ന ഓയിൽ ഒരുപാട് ഈ പറയുന്ന പോയായിരുന്നു. അപ്പോ ആ സമയത്ത് ഈ പറയുന്ന മീൻ കഴിക്കാനായിരിക്കോ പറയുന്നത്, മീൻ കഴിക്കാണ്ടിരിക്കാനായിരിക്കോ പറയുന്നത്? കഴിക്കരുത്. അതൊരു അൺഫേവറബിൾ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ക്രിയേറ്റ് ചെയ്തു. ഒരു സമയത്ത് ഈ പറയുന്ന മാഗിയുടെ ടേസ്റ്റ് മേക്കർ ഉപയോഗിക്കരുത്, കാരണം അതിന്റെ അത് ലെഡ് ഉണ്ടെന്ന് പറയുമായിരുന്നു. അത് എന്ത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ക്രിയേറ്റ് ചെയ്ത്? അൺഫേവറബിൾ ആണോ ഫേവറബിൾ ആണോ? അൺഫേവറബിൾ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അൺഫേവറബിൾ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആണ് ക്രിയേറ്റ് ചെയ്തത്. സർക്കാർ ഈ പറയുന്ന സിഗരറ്റിന്റെ പാക്കറ്റിന്റെ മുകളിൽ ഈ പറയുന്ന ഈ ക്യാൻസർ വന്ന പടമൊക്കെ ഈ പറയുന്ന പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആയിട്ട് വാർണിംഗ് ആയിട്ട് കൊടുക്കാൻ നേരത്തെ അത് ഫേവറബിൾ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആണോ അൺഫേവറബിൾ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആണോ? അൺഫേവറബിൾ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ഓക്കെ, അപ്പൊ ഫേവറബിൾ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആണെങ്കിൽ ഡിമാൻഡ് കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അൺഫേവറബിൾ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആണെങ്കിൽ ഡിമാൻഡ് കർവ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അടുത്തത് എക്സ്പെക്ടേഷൻസ്. അതായത് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ പറയാം, യു ആർ എക്സ്പെക്ടിങ്, ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം, യു ആർ എക്സ്പെക്ടിങ് the price of a product to increase next month എന്ന് പറയാണ്. സ്വർണത്തിന്റെ വില അടുത്ത മാസം കൂടും. അങ്ങനെയാണെങ്കിൽ ഈ മാസം സ്വർണത്തിന്റെ ഡിമാൻഡ് എന്താ സംഭവിക്കുക? അല്ലെ, അടുത്ത മാസം ഈ പറയുന്ന റെക്കോർഡ് വില 1.5 ലക്ഷം രൂപയാവുകയാണ് പവൻ എന്ന് പറയാണ്.
ഇന്റർനാഷണൽ മാർക്കറ്റിലെ പ്രശ്നങ്ങൾ കാരണം. അങ്ങനെയാണെങ്കിൽ ഈ മാസം ഇതേ മാസം ഈ പറയുന്ന ഡിമാൻഡ് അതിന് കൂടും. ഇനി പറയാണ് സ്വർണത്തിന്റെ ഈ പറയുന്ന ആഗോള പ്രശ്നങ്ങളൊക്കെ കാരണം ഈ പറയുന്ന സ്വർണത്തിന്റെ വില കുറയാനാണ് ചാൻസ് എന്ന് പറയുന്നത് അടുത്ത മാസം. അങ്ങനെയാണെങ്കിൽ ഈ മാസം ഡിമാൻഡിന് എന്താ സംഭവിക്കുക? കുറയും. കുറയും. ഓക്കെ, അപ്പോ നമ്മള് പ്രൈസ് ഇൻക്രീസ് ചെയ്യും എന്ന് എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത മാസം, ഓക്കെ, അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത ഒരു ടൈം പീരീഡിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യും എന്ന് പറയാൻ നേരത്ത് ഇപ്പൊ ഡിമാൻഡ് അതിന് ഇൻക്രീസ് ചെയ്യും. അടുത്ത മാസം ഈ പറയുന്ന ഡിമാൻഡ് പ്രൈസ് കുറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അതിന്റെ ഡിമാൻഡ് കുറയും. ഓക്കെ, അപ്പൊ അതും കൂടെ ഒന്ന് എഴുതുക. പ്രൈസും ആവാം, പിന്നെ ഇൻകവും വെച്ചും പറയാറുണ്ട് കേട്ടോ. തൽക്കാലം പ്രൈസ് വെച്ച് അങ്ങ് പറഞ്ഞാൽ മതി. ഇത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. എക്സ്പെക്ടേഷൻസ്. ഓക്കെ, സ്കൂൾ ഓപ്പണിങ്ങിന്റെ ഒക്കെ ടൈമില് നമുക്ക് ഈ സ്കൂൾ ബാഗ് ഇതിന്റെയൊക്കെ വില കൂടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പാരന്റ്സ് ഒക്കെ നേരത്തെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യില്ലേ? അത് നമുക്ക് ഇതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. എക്സ്പെക്ടേഷൻസ് പറയാം. എക്സ്പെക്ടേഷൻസ് അത് എക്സ്പെക്ടേഷൻ ആണ്. ഓക്കെ, നമ്പർ ഓഫ് ബയേഴ്സ്. നമ്പർ ഓഫ് ബയേഴ്സ് കൂടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ബേസിക്കലി ഡിമാൻഡ് കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യോ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യോ? ഒബ്വിയസ്ലി അതിന് എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. കാരണം 1000 പോപ്പുലേഷൻ ഉള്ളൊരിടത്ത് ഒരു പെർട്ടിക്കുലർ ഡിമാൻഡ് കർവ് ഉണ്ടാവും. അത് 2000 ആവുകയാണെങ്കിൽ ബേസിക്കലി എന്താ സംഭവിക്കുന്നത്? ഡിമാൻഡ് കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡിമാൻഡ് വിൽ ഇൻക്രീസ്. അപ്പോൾ when the number of buyers increase, demand increases. When the number of buyers falls, demand falls. ഇത് ഓക്കെയാണോ? ഇത്ര ഓക്കെയാണോ? അപ്പൊ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇൻകം, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, എക്സ്പെക്ടേഷൻസ്, നമ്പർ ഓഫ് ബയേഴ്സ്. എന്തെങ്കിലും സംശയം ഉണ്ടോ ഈ കേസിൽ? ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടും ഫോർ എ നോർമൽ ഗുഡ്. ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കുറയും ഫോർ ആൻ ഇൻഫീരിയർ ഗുഡ്. സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണെങ്കിൽ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വിൽ ബി പോസിറ്റീവ്. കോംപ്ലിമെന്റ്സ് ആണെങ്കിൽ ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് വിൽ ബി നെഗറ്റീവ്. അത് തൽക്കാലം നിങ്ങൾ അവിടെ നിൽക്കട്ടെ, നമുക്ക് ക്രോസ് ഇലാസ്റ്റിറ്റി പഠിക്കുമ്പോൾ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, ഫേവറബിൾ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആണെങ്കിൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അൺഫേവറബിൾ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആണെങ്കിൽ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. എക്സ്പെക്ടേഷൻ, ഇഫ് യു എക്സ്പെക്ട് ദ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ടു ഇൻക്രീസ് നെക്സ്റ്റ് മന്ത്, അങ്ങനെയാണെങ്കിൽ യു വിൽ ഇൻക്രീസ് ദ കൺസംഷൻ ഓഫ് ദ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. നേരെ തിരിച്ചു, നമ്പർ ഓഫ് ബയേഴ്സ് മോർ ദ നമ്പർ ഓഫ് ബയേഴ്സ് ഗ്രേറ്റർ ദ ഡിമാൻഡ്. ഓക്കെ, എന്തെങ്കിലും സംശയം? ഇല്ല. ഓക്കെ, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈപൊക്കാം, അല്ലെങ്കിൽ വേറെ ഇതെല്ലാം ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് അല്ലേ? അതെ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ്, ഇൻകം, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, എക്സ്പെക്ടേഷൻ, നമ്പർ ഓഫ് ബയേഴ്സ്, ഇതെല്ലാം ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് determinants of demand. പ്രൈസും ഫാക്ടർ അഫക്റ്റിംഗ് ഡിമാൻഡ് അല്ലേ? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ്, പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മതി. ടെക്നിക്കലി കറക്റ്റ് ആണ്. ഡിമാൻഡ് കർവിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് പാരാമീറ്റേഴ്സ് എന്നാണ് പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡും കുഴപ്പമില്ല, പക്ഷെ അവിടെ പ്രൈസും ഈ പറയുന്ന ഒരു ഫാക്ടറാണ് ഡിമാൻഡിനെ അഫക്ട് ചെയ്യും. അത് പക്ഷേ നമുക്ക് പറയാം ക്വാണ്ടിറ്റി ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയാം. പാരാമീറ്റേഴ്സ് ഓഫ് ഡിമാൻഡ്. പാരാമീറ്റേഴ്സ് ഓഫ് ഡിമാൻഡ്, ഈ ഫാക്ടേഴ്സ് ഒക്കെ പാരാമീറ്റേഴ്സ് ആണ്. ഇതെല്ലാം പാരാമീറ്റേഴ്സ് ആണ്. പാരാമീറ്റേഴ്സിന്റെ കീഴിൽ വരുന്നതാണ് ഇൻകം, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, എക്സ്പെക്ടേഷൻസ്, നമ്പർ ഓഫ് ബയേഴ്സ് എല്ലാം. ഡിമാൻഡിന്റെ ഒരു ഇക്വേഷൻ പറഞ്ഞപ്പോ പറഞ്ഞ പാരാമീറ്റേഴ്സിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇതെല്ലാം. അതെ, അങ്ങനല്ലേ? അതെ. ക്രോസ് ഇലാസ്റ്റിസിറ്റി ഒക്കെ പറയുന്ന അതെന്താണ് സംഭവം? ഒന്നും ഞാൻ അതാ പറഞ്ഞു, നമ്മൾ അങ്ങോട്ട് വരും. ഞാൻ ജസ്റ്റ് ഈ പറയുന്നത് രണ്ടും പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണ് എന്ന് കാണിച്ചു എന്ന് മാത്രം. നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യും ഒന്നും കൂടെ, ഇത് പേടിക്കണ്ട.
आपकी इलास्टिसिटी പറഞ്ഞോ പോസിറ്റീവ് പോസിറ്റീവ് നെഗറ്റീവിനെയാണോ ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്? അല്ല അല്ല ക്രോസ് അല്ല. ഇലാസ്റ്റിസിറ്റി ഒന്നില്ലെങ്കിൽ പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സീറോയും ആവാം. ക്രോസ് ഇലാസ്റ്റിസിറ്റി പോസിറ്റീവ് ആണെങ്കിൽ അത് എന്ത് ഗുഡാണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തേ. അല്ലെ ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്താണ് സർ? ക്രോസ് ഇലാസ്റ്റിസിറ്റി മീൻസ് ഇലാസ്റ്റിസിറ്റി പഠിക്കാൻ നേരത്ത് നമുക്ക് 3 എണ്ണം ഉണ്ട്. ഒന്ന് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്, ഒന്ന് ഇൻകം ഇലാസ്റ്റിസിറ്റി ഉണ്ട്, ഒന്ന് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. അതായത് ഒരു ഗുഡിന്റെ പ്രൈസ് മാറാൻ നേരത്ത് മറ്റൊരു ഗുഡിന്റെ ഡിമാൻഡിൽ ഉണ്ടാവുന്ന ചേഞ്ച്, അതിന്റെ ഇന്റൻസിറ്റി, അതിനെയാണ് നമ്മൾ ക്രോസ് ഇലാസ്റ്റിസിറ്റി വെച്ചുകൊണ്ട് മെഷർ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോ പറഞ്ഞു പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ്, നമുക്ക് അവിടെ എത്തുമ്പോൾ അത് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ജസ്റ്റ് ഞാനൊന്ന് പറയാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്തെന്നാ, ടീയുടെ ഈ പറയുന്ന പ്രൈസ് കൂടിക്കഴിഞ്ഞപ്പോൾ ഡിമാൻഡ് ഫോർ കോഫി എന്ത് സംഭവിച്ചു എന്നാ ടീച്ചറെ പറഞ്ഞേ? ആലോചിച്ച് പറ. ടീയുടെ വില കൂടിക്കഴിഞ്ഞപ്പോ ടീച്ചർ കോഫി കൂടുതൽ കൺസ്യൂം ചെയ്യോ കുറച്ച് കൺസ്യൂം ചെയ്യോ? കൂടുതൽ കൺസ്യൂം ചെയ്യും. കൂടുതൽ കൺസ്യൂം ചെയ്യും. അത് ഓക്കെ, കൂടുതൽ കൺസ്യൂം ചെയ്യും. എന്തോരം കൺസ്യൂം ചെയ്യുന്നുള്ളത് ടീച്ചറിന് കണ്ടുപിടിക്കണ്ടേ ചില സമയത്ത്. അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? ഇന്റൻസിറ്റി ഉണ്ടല്ലോ, തോതുണ്ടല്ലോ. ഇപ്പൊ ഒരു സാധനത്തിന്റെ വില കുറഞ്ഞു, അപ്പൊ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് കൂടുകയോ കുറയോ? കൂടുതലായിരിക്കും. ഓക്കെ, ഡിമാൻഡ് കൂടി. എന്തോരം കൂടി എന്ന് ഈ പറയുന്ന ഓരോ പ്രോഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ലേ? ആ തോതുണ്ടല്ലോ, അതിന്റെ ആ ഇന്റൻസിറ്റി, അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആശയമാണ് എന്തെന്ന് പറയുന്നത്, ഇലാസ്റ്റിസിറ്റി. അതിൽ വരുന്ന ഒരു കൺസെപ്റ്റ് ആണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. അത് നമ്മൾ ഒരു മണിക്കൂർ എടുത്ത് നമ്മൾ പഠിപ്പിക്കും. ഞാൻ ജസ്റ്റ് അതൊന്ന് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് അവിടെ വെച്ചു എന്ന് മാത്രം. നമ്മളത് വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ സർ. ഞാൻ ഒരു വെറുതെ ഒരു പ്രാക്ടിക്കൽ ചോദ്യം, ഞാൻ കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ട്. ഇതൊരു സിഗരറ്റിന്റെ ഡിമാൻഡ് കർവ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു സിഗരറ്റിന്റെ അല്ല, സിഗരറ്റിന്റെ മാർക്കറ്റ് ഡിമാൻഡ് കർവ് ആണെന്ന് വിചാരിക്കുക. സർക്കാരിന് ഈ സിഗരറ്റിന്റെ കൺസംഷൻ കുറയ്ക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ മാർഗങ്ങളുണ്ട് നിങ്ങളൊന്ന് പറയാമോ? ആർക്കെങ്കിലും, പുതിയ കുട്ടികളോ? ടാക്സ് കൂട്ടും. ഓക്കെ, പ്രൈസ്, ക്വാണ്ടിറ്റി. ഓക്കെ, ടാക്സ് കൂട്ടാം. ഓക്കെ, ടാക്സ് കൂട്ടി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പ്രൈസ് ഓട്ടോമാറ്റിക്കലി കൂടും. പ്രൈസ് ഓട്ടോമാറ്റിക്കലി കൂടുക എന്ന് പറഞ്ഞാൽ P1 നിന്ന് P2 ആയി, ക്വാണ്ടിറ്റി കൺസ്യൂംഡ് എന്ന് പറയുന്നത് Q1 നിന്ന് Q2 ആയി. ഓക്കെ, ഇതൊരു രീതി. അപ്പൊ എയിൽ നിന്ന് എങ്ങോട്ട് ബിയിലേക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടായി. ഇതിന് പറയുന്ന പേരെന്താ? കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. വെരി ഗുഡ്, കോൺട്രാക്ഷൻ. ഇനി വേറെ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ? ഒന്നാലോചിക്കേ. നിങ്ങളിപ്പോ പ്രൈസിന്റെ രീതിയിൽ മാത്രമാണ് ചിന്തിക്കുന്നത്. പ്രൈസ് ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്നത് പ്രൈസ് മാത്രമാണോ? ടാക്സ് മാറ്റിയപ്പോഴല്ലേ ഈ പറയുന്ന പ്രൈസ് മാറ്റിയത്. ഇൻകം എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാം. ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ നമ്മളുടെ ഇൻകം ടാക്സ് കൂട്ടിയിട്ട് നമ്മൾ സിഗരറ്റ് കുറയ്ക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇച്ചിരി ബാലിശമായിട്ടുള്ള ഒരു ഐഡിയ ആണ്. വേറെ എന്തെങ്കിലും ഒരു ഐഡിയ പറയാൻ പറ്റും? ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള, വെരി ഗുഡ്, ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുക. അത് എങ്ങനെയാ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക? ഇപ്പൊ അഡ്വർടൈസ്മെന്റ്. അതായത് ഈ പറയുന്ന സിനിമാ തിയേറ്ററിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ ശ്വാസകോശം സ്പോഞ്ച് പോലെയായി പോകുന്നു പറയുന്നത് ഒരു അൺഫേവറബിൾ ടേസ്റ്റ് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യാൻ നേരത്തെ എന്താ ഈ ഡിമാൻഡ് കർവിന് സംഭവിക്കുന്നത്? ലെഫ്റ്റ് ഉണ്ടാവും. അതിനെ എന്തെന്നാ പറയുന്നേ?
ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഓക്കെ ആണോ? ആ. ഓക്കെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ അപ്പൊ നിങ്ങൾ ഒരു ഫാക്ടർ വന്നു. ആ ഫാക്ടർ ബേസിക്കലി നിങ്ങൾ ഒരു എക്സ്റ്റേണൽ ഫാക്ടർ ആണ്. ആ ഫാക്ടർ ഒന്നിലെ പ്രൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻകം ആയിരിക്കാം, അല്ലെങ്കിൽ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ആയിരിക്കാം. അപ്പോ ഇപ്പൊ നിങ്ങൾ ഇത്ര ആലോചിക്കുക, ഡിമാൻഡ് ഫോർ എക്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ്, നമ്മൾ പറഞ്ഞത് പ്രൈസ് ഓഫ് എക്സ്, ഇൻകം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, വേറെ എന്തായിരുന്നു, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. ഓക്കെ. ഒരു 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 പ്രശ്നം ഉണ്ടായി, ഒരു ഇവന്റ് ഉണ്ടായി. ആ ഇവന്റ് പ്രൈസിനെ ബാധിക്കുന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം? എന്തൊക്കെ സംഭവിക്കാം ഡിമാൻഡ് കർവില്? ഒരു ഇവന്റ് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ സാധനം തന്നെ, ടാക്സ് ഇൻക്രീസ് ചെയ്തു, സെയിൽസ് ടാക്സ് ഇൻക്രീസ് ചെയ്തു, അല്ലെങ്കിൽ അതിന്റെ GST ഇൻക്രീസ് ചെയ്തു സിഗരറ്റിന്റെ. അപ്പൊ ഈ സാധനത്തിന്റെ പ്രൈസ് എന്ത് സംഭവിക്കും? കോൺട്രാക്ഷനും എക്സ്പാൻഷനും വെരി ഗുഡ്. ഒന്നില്ലെങ്കിൽ കോൺട്രാക്ഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ടാവാം. എക്സ്പാൻഷൻ ഉണ്ടാവാം. ഇനി ഞാൻ ഈ പറയുന്ന ഈ ഫാക്ടേഴ്സിലാണ് ഒരു ഇവന്റ് ഉണ്ടായി. ആ ഇവന്റ് എന്ന് പറയുന്നത് ഫാക്ടേഴ്സിനെയാണ് ഈ പറയുന്ന മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക, ഫാക്ടേഴ്സിനെയാണ് എഫക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡിമാൻഡ് കർവിൽ ഉണ്ടാവുന്ന മാറ്റം എന്താ? ഷിഫ്റ്റ് എങ്ങനെയൊക്കെ ആവാം? ഇൻക്രീസ് ചെയ്യാൻ ഇൻക്രീസ് ഇൻ ഷിഫ്റ്റ്, റൈറ്റ്വേർഡ് ഷിഫ്റ്റ്, അല്ലെങ്കിൽ ഡിക്രീസ്. ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ്. വെരി ഗുഡ്. അപ്പൊ ഒരു ഇവന്റ് തരികയാണ് അവര് ചോദ്യപേപ്പറിൽ. ആ ഇവന്റ് ഡിമാൻഡ് കർവിൽ എന്ത് മാറ്റം ഉണ്ടാവണമെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചിന്തിച്ചാൽ മതി? പ്രൈസിലാണെങ്കിൽ ഇറ്റ് വിൽ ബി ഐദർ എ മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ്, അപ്പ് ഓർ ഡൗൺ. ഡൗൺ ആണെങ്കിൽ എക്സ്പാൻഷൻ, മുകളിലാണെങ്കിൽ കോൺട്രാക്ഷൻ. ഇനി ഫാക്ടേഴ്സിനെയാണ് അത് എഫക്ട് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു ചേഞ്ച് ഇൻ ഡിമാൻഡ്. ഓക്കെ ആണോ? നമ്മൾ ഇത്രയും നേരം പഠിപ്പിച്ചത് തന്നെ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് പറഞ്ഞു തന്നു മാത്രം. അതായത് ഒരു ഇവന്റ് ഉണ്ടായി, ആ ഇവന്റ് നിങ്ങൾ ഏത് ഫാക്ടറിനെയാണ് അഫക്ട് ചെയ്യുന്നത് നോക്കുക. പ്രൈസിനെയാണ് അഫക്ട് ചെയ്യുന്നത് അതോ പാരാമീറ്റേഴ്സിനെയാണ് അഫക്ട് ചെയ്യുന്നത് നോക്കുക. പ്രൈസിനെയാണ് അഫക്ട് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് ഐദർ എ കോൺട്രാക്ഷൻ ഓർ എക്സ്പാൻഷൻ. ഓക്കെ ആണല്ലോ? ഇനി ഫാക്ടറിനെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ഐദർ ലീഡ് ടു ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഓർ ഡിക്രീസ് ഇൻ ഡിമാൻഡ്, വിച്ച് ഇസ് കോൾഡ് ആസ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. സർ, ഈ എന്തെങ്കിലും കോൺട്രാക്ഷനും എക്സ്പാൻഷനും ചേഞ്ച് ഇൻ ഡിമാൻഡ് റൈറ്റ് ലെഫ്റ്റ് ഇതെല്ലാം ഒരുപോലല്ലേ? അല്ല. എന്താണ് ക്ലാസ് ഡിഫറൻസ്? കണ്ടോ? ആ, കണ്ടു. കുറച്ചുകൂടെ ഉണ്ട്. കുറച്ചുകൂടെ ഉണ്ടല്ലേ? അത് കാണാത്തതിന്റെയാണ്. അതായത് അല്ലെ കോൺട്രാക്ഷൻ. അത് കാണണേ. ഇന്ന് കാണാം. അതായത് ഒരു ഡിമാൻഡ് കർവ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ഡിമാൻഡ് കർവ്, ആ ഡിമാൻഡ് കർവിലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെന്റ്, ആ ഡിമാൻഡ് കർവിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ സർ, ഓക്കെ, ഇപ്പൊ മനസ്സിലായി. ഈ ഡിമാൻഡ് done. കർവ് റൈറ്റിലോട്ടോ അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ടോ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഞാൻ എന്തെന്നാ പറയുന്നത്? ടീച്ചർ ഒന്ന് പറഞ്ഞേ. ചേഞ്ച് ഇൻ ഡിമാൻഡ്, റൈറ്റ് ലെഫ്റ്റ്. ഓക്കെ, വെരി ഗുഡ്. ആണെങ്കിൽ കോൺട്രാക്ഷൻ എക്സ്പാൻഷൻ. നൗ ഇറ്റ്സ് ക്ലിയർ. അവസാനം എന്താ പറഞ്ഞേ? നൗ ഇറ്റ്സ് ക്ലിയറിന് മുമ്പായിട്ട് സെയിം ലൈനിൽ തന്നെയാണ് വരുന്നുണ്ടെങ്കിൽ അത് കോൺട്രാക്ഷൻ എക്സ്പാൻഷൻ. ഓപ്പോസിറ്റ് റൈറ്റ് ലെഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ ഡിമാൻഡ്. ചേഞ്ച് ഇൻ ഡിമാൻഡ് ഹാപ്പൻസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ എന്താണ്? ഫാക്ടേഴ്സ്. ഫാക്ടേഴ്സ് അല്ല, പാരാമീറ്റേഴ്സ്. കോൺട്രാക്ഷൻ വരുമ്പോ പ്രൈസ്. കോൺട്രാക്ഷൻ എക്സ്പാൻഷനും വരുമ്പോ പ്രൈസ്. ഓക്കെ ആണോ? ഓക്കെ. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കൽ ചോദ്യം വരാൻ നേരത്ത്
ഒരു ഇവന്റ് ബേസ്ഡ്, അതായത് ഇന്ന സാധനം സംഭവിച്ചു, ഇത് എങ്ങനെയായിരിക്കും മറ്റേതിനെ അഫക്ട് ചെയ്യാന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ആ ഇവന്റ് ഏത് ഫാക്ടറിനെയാണ് അഫക്ട് ചെയ്യുന്നതെന്ന് നോക്കണം. പ്രൈസിനെയാണോ അഫക്ട് ചെയ്യുന്ന ഈ പറയുന്ന അതെയോ പാരാമീറ്റേഴ്സിനെയാണോ അഫക്ട് ചെയ്യുന്നത് നോക്കണം. അതാണ് ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, അടുത്തത് ഓക്കെ, റീസൺസ് ഫോർ ഡൗൺവേർഡ് സ്ലോപ്പ് ഓഫ് ഡിമാൻഡ് കർവ്. എന്തൊക്കെ റീസണാണ് നിങ്ങൾ പഠിച്ചേക്കണേ? അതായത് റീസൺസ് ഫോർ ഡൗൺവേർഡ് സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു ഡിമാൻഡ് കർവ് വരച്ചു, ആ ഡിമാൻഡ് കർവ് എന്ത് സ്ലോപ്ഡാന്ന് നമ്മൾ പറഞ്ഞത്? ഡൗൺവേർഡ് സ്ലോപ്പ്. ഡൗൺവേർഡ് സ്ലോപ്പ്. ഓക്കെ അല്ലേ, ബേസിക്കലി അത് ഡൗൺവേർഡ് സ്ലോപ്പ് ആണല്ലോ, DD1. അത് എന്തുകൊണ്ടാണ്, അതിന്റെ തിയററ്റിക്കൽ റീസൺ ആണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയും, ഈ പറയുന്ന ഒരു ഇന്റർവ്യൂവർ ചോദിക്കുകയാണ് വൈ ഈസ് ദ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. അപ്പൊ നിങ്ങൾ പറയുന്ന ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്നത് വെൻ പ്രൈസ് ഫാൾസ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് വിൽ ഇൻക്രീസ് ആൻഡ് വൈസ് വേഴ്സ എന്നാണ് പറയാൻ പോകുന്നത്. പക്ഷെ അതിന്റെ തിയററ്റിക്കൽ റീസൺ എന്ന് പറയുന്നത് അതിന് പിന്നിലുള്ള ഒരു ശാസ്ത്രം, ഒരു എക്കണോമിക്സുകാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നിലുള്ള ഒരു ശാസ്ത്രം എന്ന് പറയുന്നത് 2-3 എഫക്റ്റ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? പ്രൈസ് ഓക്കെ, എനിക്ക് കാര്യം അറിയാവുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായി. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്, പിന്നെ എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞ? ഇൻകം എഫക്റ്റ്, ഇൻകം എഫക്റ്റ്, ഇൻകം എഫക്ട്, പ്രൈസ് എഫക്റ്റ്. പ്രൈസ് എഫക്റ്റോ? ഇൻകം എഫക്ട്. നിങ്ങൾ 2-3 തവണ ഇൻകം എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-4 തവണ ഇൻകം എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ വ്യത്യാസം വരുമോ? Diminishing marginal utility. ഓക്കെ പൈസ കിട്ടില്ലേ? ടീച്ചറെ, പ്രൈസ് എഫക്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്ന സാധനമാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് പ്ലസ് ഇൻകം എഫക്റ്റ് ആണ് പ്രൈസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ. അപ്പൊ 3 റീസൺസ്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്, ഇൻകം എഫക്റ്റ്, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഇനി എന്ത് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്? ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്? അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ ആ വേർഡിൽ തന്നെ ഉണ്ട്. ഒരു സാധനത്തിന്റെ പ്രൈസ് കുറയാൻ നേരത്ത് എന്താ സംഭവിക്കുക? ഇതൊക്കെ ഗുഡാണ്. അതിന്റെ എന്താ സംഭവിക്കുക? ഡിമാൻഡ് കൂടും. എന്തുകൊണ്ടാ അത്? പ്രൈസ് നിങ്ങൾ പ്ലസ് 1 പ്ലസ് 2 ടീച്ചേഴ്സ് ഇല്ലേ അവിടെ? പുതിയ ടീച്ചർ, പുതിയ പിള്ളേരിൽ എത്രയോ പേര് പ്ലസ് 1 പ്ലസ് 2 ടീച്ചേഴ്സ് ആണ്. ഇത് എന്താ പിള്ളേർക്ക് എങ്ങനെ ഇത് പറഞ്ഞു കൊടുക്കണേ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്? ഒരു സെക്കൻഡ്. ഓക്കെ, പറഞ്ഞോ. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എങ്ങനെയാ പറഞ്ഞു കൊടുക്കണേ? ഒന്ന് പറഞ്ഞേ. പറഞ്ഞേ ആരെങ്കിലും? എനിക്കറിയാത്തോണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് പറഞ്ഞോട്ടെ. ആരെങ്കിലും? ഒരു സാധനത്തിന്റെ പ്രൈസ് കുറയുമ്പോൾ റിയൽ ഇൻകം കൂടുന്നതാണ് അങ്ങനെ പറയണത്. റിയൽ ഇൻകം ടീച്ചർ പറഞ്ഞത് വാക്കിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. റിയൽ ഇൻകം കൂടുകയാണെങ്കിൽ അത് എന്ത് എഫക്റ്റ് ആയിരിക്കും? ഇൻകം എഫക്ട്. അല്ലേ? റിലേറ്റീവ് ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ പ്രൈസ്. അല്ല അത്രയൊന്നും പറയണ്ട. ബേസിക്കലി നമ്മള് പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും എന്നുള്ളത് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. ലോ ഓഫ് ഡിമാൻഡ് ആണ്. ഇനി അത് എന്തുകൊണ്ടാണെന്നുള്ളതിന്റെ ഒരു ഉത്തരമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ പ്രൈസ് കുറയാൻ നേരത്ത് നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് വെച്ച് മറ്റൊരു പ്രോഡക്റ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ലേ? അതായത് നിങ്ങൾ
ചപ്പാത്തിയുടെ സ്പെല്ലിംഗ് ഇതാണെന്ന് എനിക്ക് അറിയില്ല. ചപ്പാത്തിയും പൊറോട്ടയും മേടിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ചപ്പാത്തിയുടെ വില കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഈക്വലി, രണ്ട് സാധനങ്ങൾ ഈക്വലി മേടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോ എന്ത് സംഭവിക്കും? പൊറോട്ടയ്ക്ക് പകരം എന്ത് കൂടെ മേടിക്കും? ചപ്പാത്തി മേടിക്കും. പൊറോട്ടയുടെ ഡിമാൻഡ് കുറച്ചിട്ട് അതിന് പകരം കൂടെ എന്ത് മേടിക്കും? ഓ ചപ്പാത്തി മേടിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഒരു റിലേറ്റീവ്ലി കോസ്റ്റ്ലിയർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ ഇപ്പൊ ചീപ്പർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തില്ലേ? അതായത് രണ്ട് പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു. ഓക്കെ, ചപ്പാത്തിയുടെ പ്രൈസ് ഡിക്രീസ് ചെയ്തു. ഓക്കെ, രണ്ട് നിങ്ങൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നതാണ്. ഒരു മാസം ഈ പറയുന്ന 10 പൊറോട്ടയും 10 ചപ്പാത്തി പാക്കറ്റും മേടിക്കാറുണ്ടെന്ന് വിചാരിക്കുക. പ്രൈസ് എന്ന് പറയുന്നത് ചപ്പാത്തിയുടെ കുറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ പൊറോട്ട മേടിക്കാണ്ട് ആ പൊറോട്ടേനെ എന്ത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ചപ്പാത്തി വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ചപ്പാത്തിയുടെ ഡിമാൻഡ് കൂടിയില്ലേ? അപ്പൊ ആ ഡിമാൻഡ് കൂടാനുള്ള ഒരു കാരണം എന്താ? അതിന് പിന്നിലുള്ള ആളുടെ പേരെന്താ? പ്രൈസ് ഡിക്രീസ് പ്രൈസ് ഡിക്രീസ് ഉണ്ടാകുമ്പോഴാണല്ലോ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നത്. ആ ഡിമാൻഡ് ഇൻക്രീസ് ഉണ്ടായത് എന്തുകൊണ്ടാ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട്. അപ്പൊ ആ എഫക്റ്റിന്റെ പേരെന്താ? സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്. വെരി ഗുഡ്, സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ടീ കോഫി പറയാൻ പറ്റുമോ? എന്ത് വേണേലും പറയാം. ഉം. ഒരു ഇങ്ങനെയുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രോഡക്ട്സും ഈ പറയുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ എന്ത് പ്രോഡക്റ്റിന്റെ പ്രൈസ് കുറഞ്ഞാലും അത് ചില പ്രോഡക്ട്സ് ഈ പറയുന്ന ഭയങ്കര സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി പവർ ഉള്ള പ്രോഡക്ട്സ് ആയിരിക്കും. ചിലതിന് ഈ പറയുന്നത് റിലേറ്റീവ്ലി കുറവായിരിക്കും. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു ഇത് ഉണ്ട്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് കുറയാൻ നേരത്ത് ദാറ്റ് പ്രോഡക്റ്റ് ബിക്കംസ് റിലേറ്റീവ്ലി എന്ത് ചീപ്പർ. ഇനി റിലേറ്റീവ്ലി ചീപ്പർ പ്രോഡക്റ്റ് reduces the demand for relatively എന്തായിരിക്കും? കോസ്റ്റ്ലിയർ പ്രോഡക്റ്റ്. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. റിലേറ്റീവ്ലി ചീപ്പർ പ്രോഡക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ദ ഡിമാൻഡ് ഫോർ, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ദ കോസ്റ്റ്ലിയർ പ്രോഡക്റ്റ് എന്ന് പറയാം വേണമെങ്കിൽ. റിലേറ്റീവ്ലി ചീപ്പർ പ്രോഡക്റ്റ് substitutes a relatively costlier product. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്. ഓക്കെ, നോട്ട് വേണോ നിങ്ങൾക്ക്? സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിന്റെ വേണം. അങ്ങനെയാണ് ഒന്ന് എഴുതി കൊടുക്കുമോ? സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. when the price of a commodity falls, പ്രൈസിനെ പി എന്ന് കിട്ടാൻ മതിയെ, കമ്മോഡിറ്റിക്ക് COM എന്ന് കിട്ടാൻ മതി. when the price of a commodity falls, it becomes relatively cheaper. Full stop. This induces consumer to substitute the commodity
whose price has fallen for the other commodity which is relatively costlier അല്ലെങ്കിൽ dearer എന്നൊക്കെ പറയാം. As a result, quantity demanded of the commodity whose price has fallen rises. Whose price has fallen rises. Okay. ഒരു NB എന്ന് ഇട്ടിട്ട് ഒരു കാര്യം കൂടെ എഴുതിയേക്ക്. മാർഷൽ എക്സ്പ്ലെയിൻഡ്. ഏത് മാർഷലാ? ആൽഫ്രഡ് മാർഷൽ. Alfred Marshall explained the downward slope of demand curve using substitution effect. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാവേ. നമുക്ക് കൺസ്യൂമർ ബിഹേവിയർ പഠിക്കുമ്പോൾ പഠിക്കാം. പക്ഷെ തൽക്കാലം ഇതൊന്നും എഴുതിയെടുക്കുക. മാർഷലിന് ഇൻകം എഫക്റ്റ് ഇല്ല. മാർഷല് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് മനസ്സിലായല്ലോ. ബേസിക്കലി സിമ്പിൾ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് നമ്മളിപ്പോ 2 പ്രോഡക്റ്റ് ആണല്ലോ പറഞ്ഞ, ചപ്പാത്തി പൊറോട്ട പറഞ്ഞു. അതുപോലെ നമുക്ക് സെയിം പ്രോഡക്റ്റ് 2 കമ്പനി അങ്ങനെ പറയാൻ പറ്റുമോ? എക്സാമ്പിൾ പറയാമോ? എക്സാമ്പിള് മിൽക്ക്. ഇപ്പൊ മിൽമ യൂസ് ചെയ്യുന്നുണ്ട്, മിൽക്കോ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്, മിൽക്കും യൂസ് ചെയ്യുന്നുണ്ട്. മിൽക്കോ 2 കമ്പനി സെയിം പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. മിൽക്കോയോ? മിൽക്ക് നമ്മള് പാല് മേടിക്കുമ്പോ 2 കമ്പനി അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ ഇതില്? പറയാലോ. ഇപ്പൊ ഒരെണ്ണത്തിന് റേറ്റ് കൂടുതലാണ്, ഒരെണ്ണത്തിന് റേറ്റ് കുറവാണ്. അപ്പൊ ഒരെണ്ണത്തിന് റേറ്റ് കുറഞ്ഞു. നമ്മൾ പക്ഷെ പ്രിഫറൻസ് മറ്റതാണ്, പക്ഷേ റേറ്റ് കൂടുതലായതുകൊണ്ട് അധികം മേടിക്കുന്നില്ല, ക്വാണ്ടിറ്റി നമ്മൾ കുറച്ചേ അത് പർച്ചേസ് ചെയ്യുന്നുള്ളൂ. അപ്പോ പ്രൈസ് നമുക്ക് പ്രിഫറൻസ് കൂടിയ സാധനം നമ്മുടെ പ്രൈസ് കുറഞ്ഞു, അപ്പൊ നമ്മൾ കൂടുതൽ അത് കൺസ്യൂം ചെയ്യുന്നു. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് വരുമോ? വരും. വരില്ല. ടീച്ചറിന് പ്രിഫറൻസ് കൂടിയ സാധനമാണെങ്കിലും കുറഞ്ഞ സാധനമാണെങ്കിലും, ഇപ്പൊ ടീച്ചർ പ്രിഫറൻസ് കുറഞ്ഞത് ഏതാ? അങ്ങനല്ലേ, ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും സാധനം 2 പ്രോഡക്റ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. എനിക്ക് 2 പ്രോഡക്റ്റ് ഏതൊക്കെയാണെങ്കിൽ മിൽക്കോയും മിൽമയാണോ? അതാ ഞാൻ പറഞ്ഞത്. മിൽക്കോ ഒരു കമ്പനിയാണോ? മിൽക്കോ ദുബായിലുള്ള കമ്പനിയാണോ അത്? അയ്യോ, അത് നാട്ടിലുള്ള കമ്പനിയാണ്. ഇവിടെ വരുമ്പോ അൽമറായി വേറെ വരും. നാട്ടിലുള്ള ഓക്കെ മിൽക്കോ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ ഇല്ല അത്. അതുകൊണ്ടാണ് എനിക്കും മിൽക്കോ. ഓക്കെ, മിൽക്കോക്ക് പ്രിഫറൻസ് കുറവാണെന്ന് വിചാരിക്കുക. അത് പ്രിഫറൻസ് കുറവ്, പക്ഷെ റേറ്റ് കുറവ്. മിൽക്കോയ്ക്ക് കുറച്ചുകൂടെ റേറ്റ് ഉണ്ടെങ്കിൽ പക്ഷെ നമുക്ക് പ്രിഫറൻസ് മിൽമയാണ്. റേറ്റ് കൂടുതലുണ്ട്, നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നുള്ളൂ. സെയിം ടൈം നമ്മൾ മിൽക്കോ പർച്ചേസ് ചെയ്യുന്നുള്ളൂ. അപ്പോ മിൽമയുടെ റേറ്റ് കുറയുമ്പോൾ നമ്മൾ കൂടുതൽ അത് പർച്ചേസ് ചെയ്യും. നമുക്ക് ഇഷ്ടമാണ്, റേറ്റും കുറഞ്ഞല്ലോ. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് അല്ലേ? അതായത് ടീച്ചറിന്റെ പ്രിഫറൻസ് എന്ന് പറയുന്ന അവിടെ ഒരു പ്രശ്നമുള്ള കേസല്ല. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. അതിപ്പോ പ്രിഫറൻസ് കുറഞ്ഞൊരു പ്രോഡക്റ്റിനാണ് പ്രൈസ് കുറയുന്നതെങ്കിലും അവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഉണ്ടാവും. കാരണം ടീച്ചർ എന്തായാലും ഈ പറയുന്ന റാഷണൽ കൺസ്യൂമർ ആണെങ്കിൽ അവിടെ ഒരു അസംഷൻ ഉണ്ട്. ടീച്ചറിന് ഈ പറയുന്ന ഞാനാണെങ്കിൽ കൂടിയും ഈ പറയുന്ന എനിക്ക് ബുദ്ധിയുണ്ട്, എനിക്ക് വട്ടില്ല എന്ന് ഞാൻ അസ്യൂം ചെയ്യണം എക്കണോമിക്സിൽ. അതിന് പറയുന്ന പേരാണ് റാഷണാലിറ്റി. നമ്മളെല്ലാവരും റാഷണൽ ആണ് എന്ന് പറയുന്നത് കൺസ്യൂമർ ട്രൈസ് ടു മാക്സിമൈസ് ഹിസ് സാറ്റിസ്ഫാക്ഷൻ. അതായത് പ്രൈസ് കുറഞ്ഞൊരു പ്രോഡക്റ്റ് മേടിക്കുമ്പോഴാണ് അയാൾക്ക് ഈ പറയുന്ന കൂടുതൽ അയാളുടെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യാണ്. ഡിമാൻഡ് കൂട്ടി അയാളുടെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യുന്ന ഒരു അസംഷൻ ഉണ്ട് ബേസിക്കലി ഇതിന്റെ ഒക്കെ പുറത്ത്.
അങ്ങനെ ഒരു ആളാണെങ്കിൽ ബേസിക്കലി ഈ പറഞ്ഞത് സംഭവിക്കും. ഇനി അങ്ങനെ അല്ലാത്ത പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സെപ്ഷൻസ് ഉണ്ട്. മനുഷ്യനല്ലേ ഈ പറഞ്ഞത്, നമുക്ക് എല്ലാവർക്കും എക്സെപ്ഷൻസ് ഉണ്ട്. മനസ്സിലായോ? യൂഷ്വൽ കേസിൽ ഒരു സ്റ്റാൻഡേർഡ് കേസിൽ ഇത് വർക്ക് ചെയ്യും. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് എന്ന് പറയുന്ന ഒരു സാധനം വർക്ക് ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും അരിയും ഗോതമ്പും രണ്ടും ഈക്വൽ ആയിട്ട് കൺസ്യൂം ചെയ്യുന്ന ഒരു ഫാമിലി ആണെന്ന് വിചാരിക്കുക. ഇനി അങ്ങനെ അല്ലാന്ന് വിചാരിക്കുക, ഈക്വൽ അല്ലെങ്കിൽ അൺഈക്വൽ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അരിയുടെ വില കുറഞ്ഞു. അവർ ഈ പറയുന്ന ചപ്പാത്തി രാത്രി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇനി ചപ്പാത്തിയുടെ കൺസംഷൻ കുറയ്ക്കോ കൂട്ടുമോ? അരിയുടെ വില കുറഞ്ഞു, ചപ്പാത്തി അവർ രാത്രി കഴിച്ചുകൊണ്ടിരുന്നതാണ്. അരിയുടെ വില കുറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യുന്നത്? കൂടുതലായിട്ട് നമ്മൾ അരി കൺസ്യൂം ചെയ്യും. രാത്രി ചപ്പാത്തിക്ക് പകരം ചിലപ്പോൾ അപ്പം ഉണ്ടാക്കും രാത്രി, അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കും. ഓട്ടോമാറ്റിക്കലി സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്. റൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ബിക്കം റിലേറ്റീവ്ലി ചീപ്പർ. സെയിം പ്രോഡക്റ്റിലും ഡിഫറെന്റ് പ്രോഡക്റ്റിലും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് വരും. അത്രയും കോംപ്ലിക്കേറ്റഡ് നോക്കണ്ട. അതായത് നിങ്ങൾ എന്ത് പ്രോഡക്റ്റിലാണെങ്കിലും, എന്ത് പ്രോഡക്റ്റിൽ വീണ്ടും എല്ലാ പ്രോഡക്റ്റിലും വർക്ക് ചെയ്യുന്നതല്ല, പക്ഷെ ഒരു സ്റ്റാൻഡേർഡ് പ്രോഡക്റ്റിൽ ഇത് വർക്ക് ചെയ്യാത്ത കേസസും ഉണ്ട്. അത് നമ്മൾ പഠിക്കും. എക്സെപ്ഷൻസ് ഉണ്ട്. സാധാരണഗതിയിൽ ഈ പറയുന്ന ഒരു പ്രോഡക്റ്റിന്റെ വില കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അത് കൂടുതൽ മേടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇനി ടെൻഡൻസി എന്ന് പറയുന്നത് അത് രണ്ട് കാരണം കൊണ്ടാവാം. ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് കൊണ്ടാവാം, അല്ലെങ്കിൽ ഇൻകം എഫക്റ്റ് കൊണ്ടാവാം. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റ് നിങ്ങൾ ഈ പറയുന്ന കൂടുതൽ ഇപ്പോ നിങ്ങളൊരു ഈ പറയുന്ന നമ്മൾ അതേ എക്സാമ്പിൾ തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴംപൊരിയും ഒരു പരിപ്പുവടയും കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഒരു ക്യാൻറ്റീനിൽ പോയിട്ട്. പഴംപൊരിയുടെ വില ഈ പറയുന്ന 10 ആയിരുന്നു, പരിപ്പുവടയുടെ വില 10 ആയിരുന്നു. പഴംപൊരിയുടെ വില ഈ പറയുന്ന 10 നിന്ന് 5 ആയി. ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ടീച്ചർ ഒരു പഴംപൊരിയും പരിപ്പുവടയും കഴിക്കാതെ 2 പഴംപൊരി കഴിക്കാനാണ് സാധ്യത. റേറ്റ് കുറഞ്ഞതാണത്. റേറ്റ് 2 പ്രോഡക്റ്റ് എന്തായാലും ടീച്ചർക്ക് കഴിക്കണം വിശപ്പ് മാറണമെങ്കിൽ. ഇപ്പൊ പരിപ്പുവട ഈ പറയുന്ന എടുത്ത് കാട്ടിക്കളയും എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂം ചെയ്യില്ല. ഓട്ടോമാറ്റിക്കലി പഴംപൊരിയുടെ കൺസ്യൂം ചെയ്യും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ ആരെ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? അതായത് ചീപ്പർ ആയിട്ടുള്ള പ്രോഡക്റ്റ് വെച്ചുകൊണ്ട് കോസ്റ്റ്ലിയർ പ്രോഡക്റ്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഒറ്റ കാര്യം ഓർത്തിരുന്നാൽ മതി. പരീക്ഷ പെർസ്പെക്റ്റീവിൽ നമുക്ക് ഇതൊന്നും ഒരു പ്രശ്നമില്ല. ടീച്ചർ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പക്ഷെ ഒറ്റ കാര്യം ഓർത്തിരുന്നാൽ മതി. നമ്മളിവിടെ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ആ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആണ്. ഓക്കെ, അത്രയും ഓർത്തിരിക്കാലോ. അടുത്തത് ഇൻകം എഫക്റ്റ്. ഇതും കൂടെ പറഞ്ഞിട്ട് നിർത്താവേ. ഇൻകം എഫക്റ്റ് ആരൊരാൾ ഇൻകം എഫക്റ്റ് പറഞ്ഞായിരുന്നു? ഓക്കെ, പ്രൈസ് ഫോളോ ചെയ്യുന്നു. ഇൻകം, നമ്മുടെ ഇൻകത്തിൽ ചേഞ്ച് ഉണ്ടാവുമ്പോൾ. അല്ല, അങ്ങനെ പറയരുത്. നമ്മളുടെ എന്ത് ഇൻകം? നമുക്ക് 2 ടൈപ്പ് ഓഫ് ഇൻകം ഉണ്ട്. ഒന്ന് മണി ഇൻകം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. റിയൽ ഇൻകം. രണ്ടാമത്തത് റിയൽ ഇൻകം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. റിയൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇതിന്റെ ഏതാ കൂടുന്നത്? റിയൽ ഇൻകം ആണോ മണി ഇൻകം ആണോ കൂടുന്നത്? മണി ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസാവസാനം കിട്ടുന്ന ഒരു സാധനമാണ്. റിയൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന M/P. ഈ റിയൽ ഇൻകത്തിന് എന്താ സംഭവിക്കുന്നത്? M എന്ന് പറയുന്നത് മണി ഇൻകം, P എന്ന് പറയുന്നത് പ്രൈസ്. അപ്പൊ പ്രൈസ് എന്ന് പറയുന്ന സാധനം കുറയാൻ നേരത്ത് ഈ റിയൽ ഇൻകത്തിന് എന്ത് സംഭവിച്ചു? ഡിനോമിനേറ്റർ കുറയാൻ നേരത്ത് ഓട്ടോമാറ്റിക്കലി ആ ആബ്സല്യൂട്ട് വാല്യൂക്ക് എന്ത് സംഭവിക്കും? റിയൽ ഇൻകത്തിന് എന്ത് സംഭവിക്കും? റിയൽ ഇൻകം ഇൻക്രീസ്. ഓക്കെ, അപ്പൊ പ്രൈസ് കുറഞ്ഞു. അപ്പൊ M/P എന്ന് പറയുന്നത് റിയൽ ഇൻകം ഇൻക്രീസ് ചെയ്തു. റിയൽ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ നേരത്ത് നമ്മൾ കൂടുതൽ വെൽത്തിയർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു, അല്ലെ? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. മോഡി സർക്കാർ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് GST കുറച്ചു. GST റിയൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറെ M/P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി ഇൻകം. M എന്ന് പറയുന്നത് മണി, P എന്ന് പറയുന്നത് പ്രൈസ്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. GST കുറച്ചു കേന്ദ്ര സർക്കാർ, സെൻട്രൽ ഗവൺമെന്റ്. ഓട്ടോമാറ്റിക്കലി പ്രൈസസിന് എന്താ സംഭവിച്ചത്? AC-യുടെ വിലക്കൊക്കെ ഈ പറയുന്ന 28% നിന്ന് എനിക്ക് തോന്നണേ 18% അങ്ങനെ എന്തോ ഒരു സ്ലാബിട്ടല്ലേ മാറിയത്. എനിക്ക് എക്സാക്ട് സ്ലാബ് ഓർമ്മയില്ല. 2 സ്ലാബേ ഉള്ളൂ എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം. അപ്പൊ ആ സ്ലാബിലേക്ക് മാറ്റി 28 നിന്ന് 18 ആക്കി എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ പ്രൈസിന് എന്താ സംഭവിച്ചത്? AC-യുടെ ഡിക്രീസ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അതായത് നേരത്തെ നമ്മൾ ചിലപ്പോൾ 30,000 രൂപ കൊടുത്തുകൊണ്ടിരുന്നത്
ഇപ്പൊ ആ എ സിക്ക് എത്ര രൂപ കൊടുത്താൽ മതി? ചിലപ്പോ 25,000 രൂപ കൊടുത്താൽ മതി. അപ്പൊ 5,000 രൂപ ഒരു എക്സ്ട്രാ ഇൻകം നമ്മളുടെ കയ്യിൽ ഇരിക്കല്ലേ ഇപ്പോ, അല്ലേ? അതെ. അല്ലേ? അത് നമ്മളെ കൂടുതൽ വെൽത്തിയർ ആക്കി ഫീൽ ചെയ്യിപ്പിച്ചില്ലേ? അതായത് നമ്മളിൽ എക്സ്ട്രാ ഇൻകം ഉണ്ട്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോ ഒരു എ സി ആയിരുന്നു വെക്കാൻ ഇരുന്നത്, ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? എന്ന മോന്റെ റൂമിലും കൂടെ ചിലപ്പോ അങ്ങ് വെച്ചേക്കാം എന്ന് തീരുമാനിക്കില്ലേ പല കൂടുതൽ ഫാമിലീസും? purchase ചെയ്യും. ഇല്ലേ? ആ. ഓക്കെ, അപ്പൊ പ്രൈസ് കുറഞ്ഞു, റിയൽ ഇൻകം ഇൻക്രീസ് ചെയ്തു, ഓട്ടോമാറ്റിക്കലി ഡിമാൻഡിന് എന്ത് സംഭവിച്ചു? കൂടി. ഡിമാൻഡ് കൂടി. ഇതാണ് ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. പ്രൈസ് കുറഞ്ഞു, റിയൽ ഇൻകം M/P. M എന്ന് പറയുന്നത് മണി, P എന്ന് പറയുന്നത് പ്രൈസ്. ഓക്കെ, M/P റിയൽ ഇൻകം കൂടി. റിയൽ ഇൻകം കൂടി കഴിഞ്ഞപ്പോ ആ ആള് കൂടുതൽ വെൽത്തിയർ ആയിട്ട് അയാൾക്ക് ഫീൽ ചെയ്തു. അപ്പൊ അയാൾ ആ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കൂട്ടി. ഓക്കെ, വേണമെങ്കിൽ ഒരു ചെറിയ നോട്ട് എഴുതിയെടുത്തോ, ഇതും കൂടെ കഴിഞ്ഞിട്ട്. വെൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഫോൾസ്, വെൻ പ്രൈസ് ഫോൾസ്, when price falls, consumers' real income or purchasing power when price falls, consumers' real income or purchasing power increases. This increase in real income induces the consumer to buy more of that commodity. This is called എന്താ? ഇൻകം എഫക്ട്. ഇൻകം. ഓക്കെ, അപ്പോ തിയററ്റിക്കൽ റീസൺ ബിഹൈൻഡ് ഡൗൺവേർഡ് സ്ലോപ്പ് ഓഫ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്, ഒന്ന് ഈ പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്, ഇൻകം എഫക്റ്റ്, ഓർ നോഡ് ഉണ്ട് ലോ ഓഫ് DMU. ഈ ലോ ഓഫ് DMU എന്ന് പറയുന്നത് ഞാൻ കൺസ്യൂമർ ബിഹേവിയർ പഠിപ്പിക്കാൻ നേരത്ത് പറഞ്ഞുതരാവേ. ലോ ഓഫ് DMU, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അങ്ങനെ എഴുതിക്കോ, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അതിന്റെ സൈഡിലെ ബ്രാക്കറ്റിൽ കൺസ്യൂമർ ബിഹേവിയർ തിയറി എന്ന് എഴുതി വെച്ചേക്ക്. കൺസ്യൂമർ ബിഹേവിയർ തിയറി പഠിപ്പിക്കാൻ നേരത്ത് അതൊന്നും എഴുതണ്ട, കൺസ്യൂമർ ബിഹേവിയർ തിയറി എന്ന് എഴുതാം. ഓക്കെ, നമ്മൾ എന്തൊക്കെയാ പഠിച്ചെന്ന് സമ്മറൈസ് ചെയ്ത് ആരെങ്കിലും വേഗം? മണിക്കുട്ടി ഓടുന്നു, വേഗട്ടെ. ആരെങ്കിലും? Factors affecting demand. ഓക്കെ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡിൽ ഏതൊക്കെയായിരുന്നു? Some of the consumer. ഇൻകം, Income, ടേസ്റ്റ് ആൻഡ് price of റിലേറ്റഡ് ഗുഡ്സ്, price of goods, taste and preference, നമ്പർ ഓഫ് ബയേഴ്സ്, expectations, ഓക്കെ, Reasons for downward slope of demand curve. ഓക്കെ, റീസൺസ് ഫോർ ഡൗൺവേർഡ് സ്ലോപ്പ് ഓഫ് ഡിമാൻഡ് കർവ്. Substitution effect, income effect, and ലോ ഓഫ് DMU. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നാളെ നമുക്ക് ബാക്കിയുള്ളത് പഠിക്കാം. ഓക്കെ, നാളത്തെ ക്ലാസ് ഈവനിങ് ആയിരിക്കേ, ഈവനിങ് 6:30. ഓക്കെ, പറ്റുമെങ്കിൽ 2 മണിക്കൂർ എടുക്കാൻ പാകത്തിന് നമുക്ക് നോക്കാം. ഒരു കാര്യം, നിങ്ങൾ ഇത് സാധാരണ ഇതിലൊരു നാളെ മിസ്സായില്ല, ഇതിന്റെ ബാക്കിയുള്ളത് സപ്ലൈ ആയിരിക്കും.